അരുൺ, വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആദ്യ മണിക്കൂറിലെ വോട്ടിംഗ്? ധാരാളം വോട്ടർമാർ ഇത്രയും അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മഴ ആദ്യം പലയിടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ജോലിക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ എത്രയും വേഗം പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ഒരു തിരക്കിലാണ്. ഏതായാലും മിക്ക പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ ഈ രാവിലെ ആദ്യ മണിക്കൂറുകൾക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യ പോളിംഗ് ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മിക്കയിടങ്ങളിലും വോട്ടർമാർക്ക് വേണ്ടി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഈ മഴയുള്ളത് കൊണ്ട് തന്നെ പന്തലും മറ്റുമൊക്കെ ആയി ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് തടസ്സമില്ലാതെ ക്യൂ നിന്ന് പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 14 പ്രശ്ന സാധ്യത ബൂത്തുകൾ, അത്തരം ബൂത്തുകളിലും വനത്തിനുള്ളിൽ ഉൾപ്പെടെയുള്ള പോളിംഗ് സ്റ്റേഷനുകളുമൊക്കെ മികച്ച രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ തിരക്ക് തുടരുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. പൊതുവെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറയുമോ എന്നുള്ള ആശങ്ക മുന്നണികൾക്കൊക്കെ തന്നെ ഉണ്ട്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട രാഹുൽ പെട്ടെന്ന് രാജിവെക്കുന്നു. തുടർന്ന് പ്രിയങ്ക വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനിടയ്ക്കാണ് ഈ MLA, അവർ തന്നെ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള MLA വീണ്ടും രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 2 പേരാണ് ഇവിടെ രാജിവെച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് മനസ്സ് മടുപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ്. ഏതായാലും അത് ഏതെങ്കിലും തരത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുമോ അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഈ വോട്ടെടുപ്പിൽ അവർ വിട്ടുനിൽക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക മുന്നണികൾക്ക് ഉണ്ട്. അത് ഏതായാലും ഇപ്പോഴത്തെ ഈ പോളിംഗ് ശതമാനം അല്ലെങ്കിൽ ആളുകളുടെ തിരക്ക് കാണുമ്പോൾ അത്തരത്തിലൊരു വിമുഖത ആളുകളിൽ പൊതുവെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം മാത്രം നോക്കിയാൽ പോരാ, വരും മണിക്കൂറുകളിലൊക്കെ എങ്ങനെയായിരിക്കും ആളുകളുടെ തിരക്ക് എന്നുള്ളത് കൂടുതൽ അറിയേണ്ടതുണ്ട്. നിലവിൽ ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം, ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ നിലമ്പൂരിലെ ജനത ഏതായാലും വിധി എഴുതുന്നു എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളൊക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം വളരെ പ്രധാനപ്പെട്ട അനവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടെ മലയോര ജനതയുടെ വിഷയങ്ങൾ വലിയ രീതിയിൽ BJP അല്ലെങ്കിൽ NDA ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതാണ്. കാരണം സമാനതകളില്ലാത്ത ദുരിതമാണ് നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. മലയോര ജനത പ്രത്യേകിച്ച് അനുഭവിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സ്ഥിതി ഈ മണ്ഡലത്തിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ നിലമ്പൂരിന് തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാട്ടാനയും പുലിയും അതുപോലെ തന്നെ കാട്ടുപന്നിയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവന് വെല്ലുവിളിയാവുന്ന സ്ഥിതി നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൂടി ഒരു 15 വയസ്സുകാരന് പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായി. അനന്തു എന്ന ഒരു 15-കാരന്. അതും മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണ്. അത്തരത്തിൽ മലയോര ജനത സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്നു. അത് ഇടത് വലത് മുന്നണികൾ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടും അത്തരം വിഷയങ്ങളിൽ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അത്തരം വിഷയങ്ങളൊക്കെ തുടരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളാണ്. നിലമ്പൂർ ബൈപ്പാസ് 30 വർഷത്തോളമായി ഇവിടെ ഇടത് വലത് മുന്നണികൾ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു, വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം തന്നെ നിലമ്പൂരിലെ കഴിഞ്ഞ പ്രളയ സമയത്തും മറ്റുമൊക്കെ തകർന്നിട്ടുള്ള പാലങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, ഇതൊന്നും പുനർനിർമ്മിക്കാൻ
വികസിക്കാതെ ഇപ്പോഴും വികസനം എത്താത്ത സ്ഥലങ്ങൾ, വനവാസി ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന വനവാസി ഊരുകളിൽ വൈദ്യുതിയും വെളിച്ചവും മറ്റും ഒന്നുമില്ല, കുടിവെള്ളം ഒന്നുമില്ലാതെ അവർ ഇപ്പോഴും ടാർപോളിൻ കൊണ്ട് മറച്ച ഷെഡുകളിൽ കഴിയുന്ന ഒരു സ്ഥിതി. അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായിരുന്നു. ഒപ്പം NDA BJP ഇത്തരം വിഷയങ്ങളൊക്കെ പ്രധാന ചർച്ചയാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ പ്രധാനമായിട്ടും അവരുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത് ഒന്ന് മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളായിരുന്നു. അവർ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ചർച്ചയാക്കിയത് മലപ്പുറം എന്ന ആ ഒരു പേര്, അതിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ, അതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കിയത്. അതിന് പിന്നാലെ തൊട്ടടുത്ത് മറ്റൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ PDP ഈ രണ്ട് ഭീകരവാദ ശക്തികളുടെ പിന്തുണ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരുന്നു വിവാദമുണ്ടായത്. കാരണം UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടിക്കൊണ്ട് അവരെ വെള്ളപൂശുന്ന ഒരു സമീപനവുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. അതേസമയം തന്നെ PDP എന്ന വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷവും അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി അവരെ വെള്ളപൂശുന്ന നിലപാടുകളുമായിട്ട് രംഗത്തെത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഈ രണ്ട് ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ളത് വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് ഇത്തരം വിഷയങ്ങൾ നാടിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷം ചെയ്യും എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഈ വിവാദങ്ങളും മറ്റുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇടത് വലത് മുന്നണികൾ നിരന്തരം വിവാദങ്ങൾ ചർച്ചയാക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. ഏതായാലും അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ അരുൺ, അതുപോലെ തന്നെ ഈ മുന്നണികളൊക്കെ വിശ്വസിക്കുന്നത് വോട്ടെടുപ്പ് ശതമാനം കുറയും. കാരണം ഇത് വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തില്ല എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ഒരു ആവേശത്തിൻ്റെ മണിക്കൂറുകളായി കരുതുന്നു. ഞങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് ഇതിനൊരു മറുപടി നൽകണമെന്ന് അവർ കരുതുന്നു എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള പ്രതികരണമാണ് ശിവദാസിനൊപ്പം ഉണ്ടായിരുന്ന ആ വോട്ടർ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ ജനങ്ങൾ അവരുടെ ഒരു അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യമായി ഇതിനെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? വരുത്തിവെച്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഈ വരുത്തിവെച്ച തെരഞ്ഞെടുപ്പിൽ ആളുകൾ പൊതുവെ വോട്ട് ചെയ്യുന്നതിന് വിമുഖത കാണിക്കുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ മുന്നണികളൊക്കെ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും ആ വിമുഖതപ്പുറം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവരുടെ ആ ഒരു പ്രതിഷേധവും, അതല്ലെങ്കിൽ തങ്ങൾ ജയിപ്പിച്ച് വിട്ടുപോയ ആളുകൾ ഇങ്ങനെ നിരന്തരം വീണ്ടും ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ രൂക്ഷമായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ആളുകളുടെ തിരക്കൊക്കെ കാണുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നിലമ്പൂരിലെ ജനത പ്രതികരിക്കുകയാണോ ഇപ്പോൾ എന്നും നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ശിവദാസ് നിൽക്കുന്ന ആ ബൂത്തിലാണെങ്കിലും ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്തിലെ ഈ ഒരു LP സ്കൂളിലാണെങ്കിലും ഒക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. ഞാൻ നിൽക്കുന്ന വീട്ടിക്കുത്ത് ബൂത്തിലാണ് UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുടുംബസമേതം വോട്ട് ചെയ്യാൻ വേണ്ടി എത്താൻ പോകുന്നത്. ശിവദാസ് നിൽക്കുന്ന ആ ബൂത്തിലേക്ക് M സ്വരാജും കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹത്തിനും ചുങ്കത്തറയിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്. അത് 10 മണിയോടുകൂടെ ആയിരിക്കും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുക എന്നുള്ളതാണ്. ഏതായാലും വാശിയേറിയ പോരാട്ടമായിരുന്നു. ആ വാശിയേറിയ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനത എന്താണ് വിധി എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 23-ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ ആ കാര്യങ്ങളിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്താണ് നിലമ്പൂരിലെ ജനങ്ങൾ കരുതുന്നത് എന്നുള്ളതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ.